നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ AC ക്യാബിനകത്ത് ഫുള്ള് കൂളായതിനു ശേഷം AC സ്വിച്ച് ഓഫ് ചെയ്യുന്നതല്ലേ നല്ലത്. കാരണം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ AC വർക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ്റെ ലോഡ് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി അഥവാ മൈലേജ് കുറച്ച് കുറയുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ AC കൂളിംഗ് ആയതിനു ശേഷം, അതായത് നമ്മുടെ ക്യാബിനകത്ത് കൂളായതിനു ശേഷം ഓഫ് ചെയ്തിരുന്നല്ലോ നല്ലേ, ശരിക്കും നമുക്ക് നല്ല മൈലേജ് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ധാരണ തെറ്റാണ്. നമുക്ക് അങ്ങനെ ഒരു മൈലേജ് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾക്കൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ തെറ്റായൊരു ചിന്തയാണ്. ഇപ്പം തന്നെ അത് മാറ്റിക്കോ. കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇതുപോലൊരു സംശയം ഒരു സബ്സ്ക്രൈബറും കൂടെ ചോദിച്ചിരിക്കുന്നത് നിസാണ് ചോദിച്ചിരിക്കുന്നത്. 7072 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ആവശ്യത്തിന് കൂളിംഗ് ആയി കഴിഞ്ഞാൽ AC പവർ ബട്ടൺ ഓഫ് ചെയ്താൽ എന്താ പ്രോബ്ലം? പിന്നെ ആവശ്യം തോന്നുമ്പോൾ ഓൺ ചെയ്താൽ പോരെ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നല്ലൊരു സംശയം തന്നെയാണ്. വേറൊന്നുമല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തണുപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നോബ് ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന നോബ് ഇതാണ്. ഇത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. എപ്പോഴും മാക്സിമം ഞാൻ എപ്പോഴും പറയുന്ന 1 തന്നെ യൂസ് ചെയ്യാൻ പറയും. പക്ഷേ അതല്ല, നമുക്ക് ഉച്ച സമയമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു 2 എങ്കിലും നമുക്ക് മിനിമം വേണം. ഇനി ആളെണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ സ്പീഡ് എടുക്കേണ്ടി വരും. ആ സ്പീഡ് കൂട്ടുന്ന വേറൊന്നും കൊണ്ടല്ല, വാഹനത്തിനകത്ത് ടെമ്പറേച്ചർ ബാക്ക് വരെ ചെന്ന് ഈ ഒരു ക്യാബിൻ ഫുള്ള് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എപ്പോഴും ഒരു 2 വരെ അല്ലെങ്കിൽ 3 ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാബിൻ കൂളായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു പരിപാടി തന്നെ, ഈ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യും. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിചാരം എന്താ, AC കംപ്രസർ ഓഫായി, ഇനി അങ്ങനെയാണെങ്കിൽ മൈലേജ് കുറേ കൂടെ കൂടുതൽ കിട്ടുമെന്നാണ്. ശരിക്കും അത് എന്തുകൊണ്ടാണ് ഞാനത് തെറ്റാന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് വാഹനത്തിൻ്റെ തണുപ്പ് വരുന്ന, അല്ലെങ്കിൽ ഈ വാഹനത്തിനകത്ത് ഈ ക്യാബിനകത്ത് ഈ തണുപ്പ് വരുന്നത് നമ്മുടെ ഇവാപ്പറേറ്റർ അസംബ്ലി അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ തണുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ആ തണുപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കംപ്രസറിൻ്റെ ഈ സ്വിച്ച് AC സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ കൂളാകുന്നില്ല. ഇതിനകത്തുള്ള എയർ തന്നെ പിന്നെ സർക്കുലേറ്റ് ചെയ്ത് ഇതിനകത്തുള്ള നമ്മൾ ശ്വസിക്കുന്നതിൻ്റെ ചൂടും പുറത്തുള്ള ചൂടും എല്ലാം കൂടി ഈ എയർ പിന്നെ ഹോട്ടാകുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൂളിംഗ് കോയിലെ തണുപ്പ് ഫുള്ളായിട്ട് പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത്, ഒരു 3 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ഓഫ് ആവും. പിന്നെയും ഏറെക്കുറെ ഒരു 4-5 ഡിഗ്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ AC കംപ്രസർ ഒന്നുകൂടെ ഓൺ ആവും. ഇങ്ങനെയാണ് ശരിക്കും കൂളിംഗ് കോയിലിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. അന്നേരം എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് നമ്മുടെ ക്യാബിൻ കൂളായിക്കൊണ്ടേയിരിക്കും. അതായത് ഈ കൂളിംഗ് നഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മളിവിടെ AC സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് AC കംപ്രസർ കട്ട് ഓഫ് ആവും, കംപ്രസർ വർക്ക് ചെയ്യത്തില്ല, കൂളിംഗ് കോയിലുള്ള ഫുള്ള് തണുപ്പും പോവും. അത് കഴിഞ്ഞാൽ പിന്നെ കൂളിംഗ് കോയിൽ തണുത്ത് വരാൻ വേണ്ടി, അതായത് ഈ പറയുന്ന കംപ്രസർ പിന്നെയും കണ്ടിന്യൂസ് ഓടേണ്ടി വരും ഈ കൂളിംഗ് കോയിലൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ശരിക്കും എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവിടെ കിട്ടിയൊരു ലാഭം ഇവിടെ ഒരു നഷ്ടമാവുകയാണ്. അതായത് നമ്മൾ ആദ്യം ചെയ്ത ഒരു ലാഭം കിട്ടാൻ വേണ്ടി ചെയ്തൊരു കാര്യത്തിൽ ഇവിടെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് അത്രയും നേരം കറങ്ങി ക്യാബിൻ ഫുള്ള് തണുപ്പിച്ച് വരാൻ വേണ്ടി എടുക്കുന്നൊരു ടൈം നമുക്ക് അവിടെ നഷ്ടമായി പോകണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആ ഒരു രീതിക്ക് നമുക്ക് ഒരിക്കലും ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടില്ല, 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് AC ഓണായി തന്നെ ഇരിക്കട്ടെ. ഈ കൃത്യമായിട്ടുള്ള രീതിക്ക് 3 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ കൂളിംഗ് കോയിലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്യുന്നത് ചിലപ്പം നമ്മുടെ വാഹനത്തിൻ്റെ AC കൂളിംഗ് കോയിൽ അഥവാ ഇവാപ്പറേറ്റർ അസംബ്ലിക്കൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സ്വിച്ച് ഓണായി തന്നെ ഇരിക്കട്ടെ. ടെമ്പറേച്ചർ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ടെമ്പറേച്ചർ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അതായത് രാത്രിയൊക്കെ ഓടിക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമ്മൾ വാഹനം ഓടിക്കുക എന്നുണ്ടെങ്കിൽ മിസ്റ്റോ കാര്യങ്ങളൊന്നും നമ്മുടെ വാഹനത്തിന് അത് പിടിക്കുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കൃത്യമായിട്ട് ഈ രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ACക്ക് ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും.